ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ. കൃഷ്ണായ വാസുദേവായ ഹരേ നാരായണായ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വധാരം ഗഗനസദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃത്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ഈശ്വരൻ സർവഗനെന്നും നിനയ്ക്കയും വിശ്വത്തിലെല്ലാ ജനത്തിനു വേണമേ. ഇങ്ങനെ വാണും വേദങ്ങളും ഉപനിഷത്തിങ്ങു വേണ്ടുന്നവ ശീലിക്ക വേണമേ. പിന്നെ ഗുരുവിന്നഭിഷ്ടമാം ദക്ഷിണ നന്നായി കഴിക്കയും വേണം ഗുരുഭക്ത്യ. ബ്രഹ്മചര്യത്തിൽ നിന്നന്യേ മൂന്നാശ്രമം തന്നിലേതിച്ചയെന്നാലതിലാകില. നാലാശ്രമങ്ങളിലേതിലിരിക്കലും നാലുവേദപ്പൊരുളായ മഹാവിഷ്ണു ഉള്ളും പുറവും സദാ പരിപൂർണമെന്ന് ഉള്ളിൽ കരുതി വാണിടണമേവരും. നാലാശ്രമങ്ങളും ജ്ഞാനം ലഭിച്ചിട്ടു നാലാം പുരുഷാർത്ഥമോക്ഷം ലഭിക്കുന്നു. വാനപ്രസ്ഥ നൃഷിലോകം ഗമിച്ചിടും താനെ പഴുത്തവ താനേ മുളച്ചവ ഭക്ഷിക്കയല്ലാതെ കാർഷകവക്കങ്ങളും ഭക്ഷിക്കരുതഗ്നീവക്കങ്ങളും ഒന്നും. വന്യങ്ങളാലേ ചരുപൂരോടാശവും വന്യങ്ങളാലേ ചരുപുരോടാശവും വന്യയിൽ ഹോമിക്ക വേണം വിധി പോലെ. നന്നല്ലിരുന്നോ പഴയവ ഒന്നുമേ അന്നാദിയുന്നയിക്കേണം നവം നവം. അഗ്നിപ്രയോജനത്തിനു ഗുഹകളും വിഘ്നമെന്നേ വർണ്ണശാലയും ആകില. നിഹാരവാദവർഷാതപങ്ങൾ സഹിച്ച് ആകുലഹീനമിരുന്നിടുക വേണം. ഇന്ദ്രിയ നിഗ്രഹം വേണം ജഡപൂണ്ട് സന്യസ്തനായി നഗരോമം അറുകോല ദണ്ഡും കമണ്ഡലവും എന്നിവ കൈകൊണ്ടും ദണ്ഡമെന്നീ ഏകവത്സരം നാലുമാം. അഷ്ടമദ്വാദശ വത്സരമെങ്കിലും പുഷ്ടമോദത്തോടനാമയാമായിക്കൊണ്ട് വിഘ്നമെന്നീ അഗ്നിയാമാവിലർപ്പിച്ചും ഇന്ദ്രിയജാലം ഇവറ്റിന്നധിഷ്ഠാനം നിന്നിരിക്കുന്ന ദൈവത്തിങ്കലർപ്പിച്ചും. ദൈവീയബോധജാലത്തെ ക്ഷേത്രജ്ഞാന കേവലാത്മാവിൽ സമർപ്പിച്ചു നിശ്ചല ജ്ഞാനയോഗാഗ്നിയിൽ ദേഹം ദഹിപ്പിച്ചും. ധ്യാനിച്ചു കൗപീനദണ്ഡാദിയൊക്കെയും തൃക്താമഹീതലെ ഗ്രാമാദിദിക്കിലും ഒക്കെ നടക്കയും വേണം ഭയം വിന. ദുസ്തർക്കഹീനമായി വായുഭൂപുക്ഷനായി സത്സംഗീയാത്മഭാക്ഷാശ്രിതനായി പുസ്തകാഭ്യാസശയന വ്യാഖ്യാനവും
ഇത്തം സമസ്തമാരംഭമതു വിട്ട് ശാന്തനായി വിക്തം അഭിക്തസ്വരൂപനായി ശാന്തജള ബധിരാന്തമുഖൈ സമം ബുദ്ധിമാനായി നടക്കയും വേണമേ സിദ്ധി. ഇതിനൊന്നൊരു ഉദാഹരണം കേൾക്ക. പണ്ടു പ്രഹ്ലാദനും ഭൃത്യരോടൊന്നിച്ചും തിണ്ടി നടന്നുപോയി സഖ്യാ ജലസീമനി. മുഖ്യയാം കാവേരി തീരെ നടക്കുമ്പോൾ മുഖ്യനായിടും അജഗരമാമുനി തന്നെയും കണ്ടു നനച്ചു ദൈത്യാധിപൻ. ഇന്നിവനേറ്റം പ്രസന്നൻ തപോനിധി ദീർഘകായൻ മഹാദീപ്തിമാനനൻ ദീർഘബാഹു മഹാധന്യൻ നിരാഹാരി വർണ്ണാശ്രമം കൊണ്ടറിഞ്ഞുകൂടാതവൻ. വർണ്ണാശ്രമത്തെ ത്യജിപ്പവൻ നിർണയം. ഏവം നനച്ചു മഹാവിഷ്ണു ഭക്തനാം ദേവാരിവംശജൻ പ്രഹ്ലാദനും ഭക്ത്യ വന്ദിച്ചു പൂജിച്ചു ചോദിച്ചു മാമുനി തന്നോട് മാധുര്യവാച വഴി പോലെ. ധന്യനായോ വേദനം ധാന്യമാതിയാൽ മന്നിടം തന്നിൽ സുഖിക്കുന്നു സർവരും. ധാന്യവും വിത്തവും ഒന്നുമില്ലാതെയും ധന്യനിധികളെ പോലെ മഹാസുഖി നിന്നുടെ ദേഹസുഖഗുണമോർക്കുമ്പോൾ മന്നിലുള്ളോർക്ക് സുഖഹേതുവും ഭവാന് നന്നായി വിചാരിച്ചു നോക്കുന്ന നേരത്ത് വന്ദ്യനാ നീയ ഭോക്താവ് നിരാധാരൻ. ഇങ്ങനെയുള്ള ഭവാൻ സുഖിച്ചിടുന്നു എങ്ങനെ ഭോഗങ്ങൾ കൊണ്ടെന്നു ചൊല്ലുക എന്നു ചോദിച്ചതു കേട്ടു മഹാമുനി വന്ന സന്തോഷാമൃതത്തെ പൊഴിച്ചുടൻ. നന്ദിച്ചു ചൊല്ലിനാൻ കേൾക്ക വിഷ്ണുപ്രിയ. മാനുഷർക്കിച്ഛാ സംസാര വിമോചനം ജ്ഞാനവും ഭക്തിയും കൊണ്ടു വരുന്നതേ സാക്ഷാൽ ഭഗവാൻ പരാപരനവ്യയൻ. മോക്ഷതൻ ജ്ഞാനികൾ തൻ്റെ ഹൃദയത്തിൽ നിന്നു ശോഭിച്ചിടും സൂര്യനെ പോലവേ നിന്നോരജ്ഞാനാന്ധകാരം കളയുന്നോൻ മുന്നമേ ഞാൻ കേട്ട പോലെ ദൈത്യാദേവ. നിന്നോടു ചൊല്ലുവൻ പാത്രമല്ലോ ഭവാന്. ജന്മോപോകാച്ചയാൽ ഓരോരോ തരങ്ങളിൽ ജന്മമെടുത്തു ഭോഗങ്ങൾ ഭുജിച്ചിടും തൃപ്തി വരാതെ അനേക ജന്മം മമ പ്രാപ്തമായി പോയി മഹാവിഷ്ണു മായയായി. പ്രാപ്തമായിപ്പോളിക മനുജന്മവും മർത്യജന്മത്തിൻ്റെ താഴെയുള്ളോർക്കിക ചിത്തേ സുരലോകജന്മമായി തോന്നുമേ. ഐക്യപാരത്രികത്തിനും ഹേതുവായി ദേഹമിതോ നരജന്മമറികടോ സർവകർമ്മങ്ങളും ആത്മസുഖത്തിനായി നിർവഹിക്കുന്നു സകല ജന്മങ്ങളും. നിർമ്മല കർമ്മങ്ങൾ മറ്റു കർമ്മങ്ങളും ജന്മികൾ ചെയ്തു പോരുന്നു നിവൃത്താർത്ഥം ആയതുകൊണ്ടു ഞാൻ കർമ്മനിവർത്തനായി ചേതനാത്മനാ സുഖം പൂണ്ട് ഇരിക്കുന്നതേ. കർമ്മസുഖങ്ങൾ മനോഭ്രമം സ്വപ്നതുല്യങ്ങളാം സുഖേച്ഛയാൽ മഗ്നനായി പോം അറിയാതെ ആത്മസുഖം ഏറ്റം ക്ഷണികം വിഷയ കർമ്മസുഖം. മറ്റുറവോടതു സത്തായി സുഖിപ്പതും നിത്യമല്ലാതെ സുഖസിദ്ധി കൈവരാം
മിഥ്യയാകം മൃഗതൃഷ്ണാജലമെന്നും നിശ്ചയിച്ചായതു ചെന്നു കുടിപ്പതിൻ. ഇച്ഛിച്ചു വാഴും മൃഗങ്ങൾ പോലെ ഭ്രമം ദൈവവശാൽ വന്നു ദേഹം ഇതുകൊണ്ട് നിർവിഷയാത്മസുഖം ഭുജിച്ചിടുവാന് നിർവഹിക്കുന്നു സമസ്ത ജനങ്ങളും. ആത്മീയ ദൈവ ഭൗതിക താപത്തിനാൽ ആത്മഭാവപ്പെട്ടിരിക്കുന്നു മർത്യൻ്റെ അർത്ഥപുത്രാദി സമസ്തങ്ങളെ കൊണ്ടും അർത്ഥമെന്തോന്നൊന്നു ചിന്തിച്ചിരിപ്പു ഞാൻ. ഹരേ നാരായണ ഹരേ. അടുത്ത ഭാഗം നാളെ.